അപ്പോൾ എല്ലാവരും കാത്തിരുന്ന 2 മണിക്കൂറിനുള്ളിൽ സദ്യ എങ്ങനെ തയ്യാറാക്കാം എന്നുള്ള വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. കട്ടിംഗ് ഒക്കെ ഞാൻ മറ്റേ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഐകാർഡിലും ഇൻക്ലൂഡ് ചെയ്യാം. നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ നേരത്തെ കൂട്ടി തന്നെ ചെയ്യുവാണെങ്കിൽ സദ്യ ഉണ്ടാക്കുന്നത് എളുപ്പമായിരിക്കും. ആദ്യം നമുക്ക് അവിയലിന് വേണ്ടുന്ന സാധനങ്ങൾ നോക്കാം. ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ്, ചേമ്പ്, മത്തങ്ങ, സവോള. ഇത് ആദ്യം വേവ് ഇത്തിരി കൂടുതലുള്ള ചേമ്പിനെ നമുക്ക് വെള്ളത്തിൽ വേവിക്കാൻ വെക്കാം. ഇനി സാമ്പാറിനുള്ള കഷ്ണങ്ങൾ: ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, കുറച്ച് ചേമ്പ്, മത്തങ്ങ, ചേന, സവോള. രണ്ടിലും ഏകദേശമൊക്കെ ഒരേപോലെ തന്നെ, കട്ടിങ്ങിലുള്ള ഡിഫറൻസ് മാത്രം. സാമ്പാറിനാണെങ്കിൽ ഇത്തിരി ചേമ്പ് ഇട്ട് കഴിഞ്ഞാൽ സാമ്പാറിന് നല്ല കൊഴുപ്പും നല്ല രുചിയൊക്കെ കിട്ടും. അല്ലെങ്കിൽ വെണ്ടയ്ക്ക നമുക്ക് ആഡ് ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ള പച്ചക്കറികളൊക്കെ ആഡ് ചെയ്യാം. പക്ഷേ ഞാൻ ഇത്രയും പച്ചക്കറികൾ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്തിട്ടുള്ളൂ. പിന്നെ നമുക്ക് വഴുതനങ്ങയൊക്കെ ആഡ് ചെയ്യാം. പക്ഷേ ഞാൻ ഇത്ര ആഡ് ചെയ്യുന്നുള്ളൂ. പക്ഷേ നല്ല കൊഴുപ്പുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാർ ഇതിൽ നിന്ന് കിട്ടും. സാമ്പാറിൻ്റെ ഒരു എളുപ്പപ്പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം കൂടെ ഒരുമിച്ചിടുക. പിന്നെ നമുക്ക് കുറച്ച് പരിപ്പ്. ഞാൻ ഇതിനകത്ത് ചെറുപയറിൻ്റെ പരിപ്പാണ് ഇടുന്നത്. കാര്യം ചെറുപയറിൻ്റെ പരിപ്പിടുമ്പോൾ ഒരു ടേസ്റ്റ് കൂടുതലാണ്. അതുകൊണ്ട് ഞാൻ ചെറുപയറിൻ്റെ പരിപ്പാണ് ഇടുന്നത്. പരിപ്പ് ഇട്ടില്ലേലും കുഴപ്പമില്ല, ഇടുക. പിന്നെ കുറച്ച് പുളിവെള്ളം, ഉപ്പ്, മുളക്, മഞ്ഞൾപ്പൊടി, കായപ്പൊടി, ഇത്രയും ഞാൻ ഇതിൻ്റെ അകത്ത് ഇടുന്നുള്ളൂ. അല്ല നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന സാമ്പാർ പൊടിയൊന്നും ഞാൻ യൂസ് ചെയ്യാറില്ല. ഇത്രയും ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ കുറച്ച് മല്ലിയിലേക്ക് ഇട്ട് ഒരുമിച്ചിട്ട് വേവിച്ച് കഴിഞ്ഞാൽ സാമ്പാർ ഞൊടി ഇടിയൽ നമുക്ക് റെഡിയായി കിട്ടും. ഈ സാമ്പാർ വീഴുന്ന സമയത്ത് തന്നെ, അതായത് എൻ്റെ ബേണർ എന്ന് വെച്ചാൽ 4 ബേണറാണ്. അപ്പോൾ അറ്റ് എ ടൈം ഞാൻ സാമ്പാറും അവിയലും കൂട്ടുകറിയും എരിശ്ശേരിയും എല്ലാം ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു അടുപ്പിലിപ്പം സാമ്പാറിനുള്ള കുക്കറാണ് ഇരിക്കുന്നത്. അതിൻ്റെ അത് എല്ലാം കൂടി ഇട്ട് മല്ലിയിലെല്ലാം കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ അടച്ചു കഴിഞ്ഞാൽ 2 വിസിൽ മാക്സിമം ഉള്ളിൽ നമ്മുടെ സാമ്പാർ റെഡിയാവും. പിന്നെ സാമ്പാറിൽ താളിക്കാൻ നേരത്താണ് ഞാൻ സാധാരണഗതിയിൽ വെളുത്തുള്ളി ഇടുന്നത്. പക്ഷേ ഇതിൻ്റെ അകത്ത് ആദ്യമേ തന്നെ ഇടുന്നുണ്ട്. കാര്യം എല്ലാ കറികൾക്കും കൂടെ ഒറ്റ താളിപ്പാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ പിന്നെ ഇതിനായിട്ട് വെളുത്തുള്ളി ഇട്ട് താളിക്കണ്ടെന്ന് വിചാരിച്ച് ഇതിൻ്റെ അകത്ത് തന്നെ സാമ്പാർ കഷ്ണങ്ങൾ വേവിക്കാൻ നേരത്തെ തന്നെ വെളുത്തുള്ളിയും കൂടി ഇട്ട് വേവിക്കുകയാണ്. കാര്യം വെളുത്തുള്ളി ഇട്ടില്ലെങ്കിൽ പരിപ്പൊക്കെ ഉള്ളതുകൊണ്ട് ഗ്യാസ് കയറാൻ ചാൻസ് ഉണ്ട്. ഇനി നമ്മുടെ ചേന വെന്തിട്ടുണ്ട് അവിയലിൻ്റെ. ഇതിലേക്ക് പച്ചക്ക നീളത്തിൽ അരിഞ്ഞതും ഉരുളക്കിഴങ്ങ് അരിഞ്ഞതും കൂടെ ഇട്ട് നമുക്ക് വേവിക്കാം. കുറച്ച് വെള്ളം മാത്രമേ അവിയൽ വേവിക്കാൻ നേരത്ത് നമ്മൾ ഒഴിക്കാറുള്ളൂ. ബാക്കിയെല്ലാം ആ ആവിയിൽ കിടന്ന് തന്നെയാണ് വേവുന്നത്. ഒരുപാടിട്ട് നമ്മൾ ഇളക്കേണ്ട കാര്യമില്ല അവിയൽ ചെയ്യാൻ നേരത്ത്. അങ്ങനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഉടഞ്ഞു പോകാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ആ വെള്ളത്തിൽ എല്ലാത്തിനും ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുക. അത്ര മാത്രം ചെയ്താൽ മതി. ഇത് അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത്തിരി വെള്ളം കൂടുതൽ. യഥാർത്ഥത്തിൽ ഇത്രയും വെള്ളത്തിൻ്റെയും പോലും ആവശ്യമില്ല നമുക്ക്. ഈ വെള്ളത്തിൽ ഇത്തിരി ഉപ്പും മഞ്ഞളും കൂടെ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവിയലിന് അത് സ്വാദ് കിട്ടും. ഇത് വെന്ത് വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന മത്തങ്ങയും ക്യാരറ്റും ഇടുന്നു. മത്തങ്ങയ്ക്ക് ഒട്ടും വേവില്ലാത്തതായതുകൊണ്ട് തന്നെ നമ്മൾ ലാസ്റ്റിലേ ഇടത്തുള്ളൂ. സവോളയും ഇട്ടു നമ്മൾ ഇതിനെ അടച്ചു വയ്ക്കുന്നു. ഇനി ലാസ്റ്റ് നമ്മളൊരു അരപ്പും കൂടെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ അവിയൽ തീർന്നു, അവിയലിൻ്റെ പണി തീർന്നു. അതുകൊണ്ട് നമുക്ക് ഇതൊരു സ്ഥലത്തേക്ക് ഇത് അടച്ചു വയ്ക്കാം. ഇനി നമ്മൾ അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത് നമ്മുടെ കൂട്ടുകറിയാണ്. അതിനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് കടലപ്പരിപ്പ്. ഒരു കുക്കറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കടലപ്പരിപ്പ് കഴുകി ഇടുക. പിന്നെ പച്ചക്കായും ചേനയും കൂടെ ഒരുമിച്ച് കഷ്ണ നീളത്തിലോ ചെറുതായിട്ടോ ഒക്കെ അരിഞ്ഞ് നമുക്ക് ഇതിൻ്റെ അകത്ത് ഇടാം. കാര്യം ഇത് നമ്മൾ നല്ലപോലെ വെന്തുടഞ്ഞാണ് നമുക്ക് കൂട്ടുകറി കിട്ടുന്നത്. അതുകൊണ്ട് അങ്ങനെ നല്ലപോലെ ഏത് നീളത്തിലോ കുഞ്ഞതായിട്ട് അരിഞ്ഞോ നമുക്ക് ഇടാം. പിന്നെ ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇത്തിരി കുരുമുളക്, നല്ല ഫൈനായിട്ടുള്ള കുരുമുളക് പൊടി, പിന്നെ ഇത്തിരി ഗരം മസാല, ഒരു പേരിന് വേണ്ടി മാത്രം ഗരം മസാല ഇട്ട് നല്ലപോലെ ഇളക്കാം. പിന്നെ ചിലയിടത്തൊക്കെ കടലപ്പരിപ്പിന് പകരം കറുത്ത കടലയാണ് ഇടുന്നത്. എൻ്റെ കയ്യിൽ കറുത്ത കടല ഇല്ലാഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതിട്ടത്. അപ്പം നമ്മുടെ 3 അടുപ്പിലും സാധനങ്ങൾ ഇരിപ്പുണ്ട്. ഇനി നമ്മുടെ 4ാമത്തെ ഐറ്റം, അതായത് എരിശ്ശേരിക്ക് ചെറുപയറും മത്തങ്ങയും വെളുത്തുള്ളി, ചെറിയുള്ളി, പച്ചമുളക്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇത്രയും കൂടെ ചേർത്ത് ഒന്നിച്ചിട്ട് നമുക്ക് ഒരു വിസിലടിച്ചാൽ മതി. അപ്പം തന്നെ ഇത് നല്ലപോലെ വെന്ത് കിട്ടും നമുക്ക്. പിന്നെ ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യണേ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ അവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ വരുന്ന ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. ഇന്ന് നമ്മൾ ഈ 2 മണിക്കൂറിനുള്ളിൽ സദ്യ പ്രിപ്പയർ ചെയ്യുമ്പം കുറച്ച് അരപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒന്നിച്ചാക്കുക, താളിപ്പെല്ലാം ഒന്നിച്ചാക്കുക. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് നല്ലപോലെ സമയം ലാഭിക്കാൻ പറ്റും.
ഞാൻ മാമ്പഴ പുളിശ്ശേരിയും രസവും ഉണ്ടാക്കിയെന്ന് പറഞ്ഞതല്ലേ ഉള്ളൂ, അത് കാണിച്ചെന്നില്ലല്ലോ അതിൻ്റെ റെസിപ്പി. അപ്പോൾ അതും കൂടെ ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുക്കുക, ഒരു മാമ്പഴം, നല്ല പഴുത്ത മാമ്പഴം കുഞ്ഞുതായിട്ട് അരിഞ്ഞ് ഒരു പച്ചമുളകും ഉപ്പും ചേർത്ത് വേവിക്കുക. ഇതിലേക്ക് നമ്മളിനി ഒരു അരപ്പ് ചേർക്കുന്നുണ്ട്. അതിനായിട്ട് കുറച്ച് നാളികേരം ചിരുവിയതും ജീരകവും കൂടെ ചേർത്ത് അരയ്ക്കുക. ഈ അരച്ച മിശ്രിതം ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ കുറച്ച് തൈര് ഒരു മിക്സിയിലിട്ട് അടിച്ചിട്ട് ഇതിൻ്റെ അകത്ത് ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ലാസ്റ്റ് താളിപ്പും കൂടെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മാമ്പഴ പുളിശ്ശേരി റെഡിയാണ്. ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു രസത്തിൻ്റെ റെസിപ്പിയാണ്. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ട് ചേർത്ത് താളിച്ചതിന് ശേഷം അതിലേക്ക് ഒരു ചെറിയ കഷ്ണം സവാള കുഞ്ഞതായിട്ട് അരിഞ്ഞത്, പിന്നെ ഒരു തക്കാളി അരിഞ്ഞതും കൂടെ ചേർത്ത് നല്ലപോലെ വഴറ്റുക. അതിലേക്ക് മുളക് പൊടി, ജീരകം, കുരുമുളക് ചതച്ചത്, പിന്നെ കുറച്ച് പുളിവെള്ളം ചേർത്ത് നല്ലപോലെ വേവിക്കാൻ വെക്കുക. ഇതിൽ ഞാൻ പ്രത്യേകിച്ച് രസപ്പൊടിയോ ഒന്നും ചേർക്കുന്നില്ല. ലാസ്റ്റ് കുറച്ച് മല്ലിയിലയും കായപ്പൊടിയും മാത്രം ആഡ് ചെയ്യുന്നുള്ളൂ. തേങ്ങയും ജീരകവും കൂടെ ചേർത്ത് അരച്ച അരപ്പ് ചേർക്കുക. ലാസ്റ്റ് ഇതിൻ്റെ ഫൈനൽ ടച്ചായിട്ട് വറുത്ത നാളികേരം ചേർക്കാം. അത് നമ്മൾ തലേന്നേ വറുത്ത് വെച്ചിട്ടുണ്ടല്ലോ, അപ്പം ജസ്റ്റ് ഒന്ന് അതിൻ്റെ അകത്ത് കുറച്ചെടുത്ത് ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്താൽ മാത്രം മതി. അവസാനം ഇതിലേക്ക് കുറച്ച് ശർക്കരയും താളിപ്പും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഈ കറി റെഡിയായി. ഇനി നമുക്ക് പെട്ടെന്നൊരു തോരൻ ഉണ്ടാക്കിയാലോ. കടുക് താളിച്ച് അതിലേക്ക് കുറച്ച് ഉഴുന്ന് പരിപ്പിട്ട് സവോളയിട്ട് പപ്പായ ചെരുവിയതും ക്യാരറ്റ് ചെരുവിയതും കൂടെ ഇട്ട് നല്ലപോലെ വഴറ്റിയെടുക്കുക. അവസാനം കുറച്ച് തേങ്ങയും കൂടെ ഇട്ട് കഴിഞ്ഞാൽ ഒരു തോരൻ റെഡി. തോരൻ എന്ത് ഐറ്റം വെച്ച് വേണമെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാക്കാം. ഞാനിവിടെ പപ്പായ ഉപയോഗിച്ചെന്നേ ഉള്ളൂ. പപ്പായ തോരനും ഇതിനകത്ത് ഈ ഉഴുന്ന് പരിപ്പ് വരുമ്പോൾ നല്ല ടേസ്റ്റാണ്. അത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് കിച്ചടി ഉണ്ടാക്കാം. കിച്ചടി എല്ലാവർക്കും അറിയാവുന്ന പോലെ ബീട്രൂട്ട് കിച്ചടിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. താളിപ്പ് ചെയ്തതിന് ശേഷം അതിലേക്ക് കുറച്ച് സവോളയും ബീട്രൂട്ട് ചിരവിയതും മുളക് പൊടിയും ഒക്കെ ഇട്ട് നല്ലപോലെ വഴറ്റുക. ഇത് നല്ലപോലെ വഴന്നതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് അടച്ചു വയ്ക്കുക. അപ്പോൾ അത് നല്ലപോലെ കുക്കാവും. അതിലേക്ക് തേങ്ങയും കടുകും ഇട്ട് ചെറുതായിട്ടൊന്ന് അരച്ചത് മിശ്രിതം നമുക്ക് ഇതിനകത്ത് ഇടാം. അരയ്ക്കാൻ നേരത്ത് കുറച്ച് തൈരും കൂടെ ചേർത്താൽ നല്ല ഫൈൻ പേസ്റ്റായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ അതാണ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. അതിനുശേഷം ലാസ്റ്റും നമ്മൾ 1 ടേബിൾ സ്പൂൺ തൈരിൻ്റെ അകത്ത് ആഡ് ചെയ്യും. അപ്പോഴാണ് അതിൻ്റെ ഒരു നല്ലൊരു പിങ്ക് കളർ നമുക്ക് കിട്ടുന്നത്. അടുത്ത് നമുക്ക് പച്ചടി ഉണ്ടാക്കാം. ഇപ്രാവശ്യം ഒരു വെറൈറ്റിക്ക് ആപ്പിൾ പച്ചടിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. തൊലി കളഞ്ഞ ആപ്പിൾ നല്ലപോലെ ഗ്രേറ്റ് ചെയ്ത് എടുക്കുക. അത് നമ്മൾ അപ്പം തന്നെ തൈരിലേക്ക് ഇടുക, അല്ലെങ്കിൽ അതിൻ്റെ കളറ് പോകും. തൈരിലേക്ക് ഇട്ടതിന് ശേഷം അതിലേക്ക് ഒരു ചെറിയ പച്ചമുളക് കുഞ്ഞതായിട്ട് അരിഞ്ഞ് അതിൻ്റെ അകത്ത് നല്ലപോലെ ഞെരടി ചേർക്കുക. എന്നാൽ ആ മധുരവും എരിയും കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. പിന്നെ നമുക്ക് കടുക് കളിക്കാൻ നേരത്ത് കുറച്ച് ഇഞ്ചിയും കൂടെ ഇടുക. ആ ഇഞ്ചിയുടെ ഫ്ലേവറും പച്ചടിക്ക് വരുമ്പോൾ നല്ല ടേസ്റ്റായിട്ട് വരും. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പച്ചടിയാണിത്. അടുത്തത് നമുക്ക് മോരുണ്ടാക്കാം. അതിനായിട്ട് ചെറിയുള്ളിയും
ഇഞ്ചിയും കറിവേപ്പിലയും മോരും കൂടെ ചേർത്ത് നല്ലപോലെ എടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റി മോര് കിട്ടും. ഇനി നമ്മുടെ അവിയലിന് ഒരു അരപ്പ് ചേർക്കാം. അരപ്പ് ചേർക്കാൻ ചതച്ച തേങ്ങയും പച്ചമുളകും വെളുത്തുള്ളിയും ജീരകവും കറിവേപ്പിലയും പച്ചമുളകും കൂടെ ചേർത്ത് ചതച്ചത് നമുക്ക് ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് ശേഷം 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അവിയൽ റെഡി. ഇനി നമുക്ക് ഉണ്ടാക്കാൻ പോകുന്നത് ഓലനാണ്. ഓലനായിട്ട് സാധാരണ കുമ്പളങ്ങയാണ് ഉപയോഗിക്കുന്നതെങ്കിലും ഞാൻ ഇന്ന് ഉപയോഗിച്ച ഒരു വെറൈറ്റിക്കായിട്ട് വാട്ടർ മെലോണിൻ്റെ തോടാണ്, തണ്ണിമത്തൻ്റെ തോട്. അത് ക്ലീൻ ചെയ്ത് കുഞ്ഞതായിട്ട് അരിഞ്ഞ് വെള്ളത്തിൽ വേവിച്ചതിന് ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ തേങ്ങാപ്പാൽ ഒഴിച്ചെടുത്ത് കഴിഞ്ഞാൽ ഓലൻ റെഡി. ഇനി ലാസ്റ്റ് നമ്മുടെ പരിപ്പ് ഉണ്ടാക്കുവാണ്. ഇത്തിരി പരിപ്പ് മഞ്ഞളും ഉപ്പും സവോളയും വെളുത്തുള്ളിയും പച്ചമുളകും ചേർത്ത് വേവിക്കാൻ വയ്ക്കുക. പിന്നെ ഇതിലേക്ക് നമുക്ക് അരപ്പാണ് ചേർക്കേണ്ടത്. അതിനായിട്ട് തേങ്ങ, ജീരകം, ചെറിയുള്ളി, വെളുത്തുള്ളി, പച്ചമുളക് ഇത്രയും ചേർത്ത് നല്ലപോലെ അരയ്ക്കുക. ഇതിന് ശേഷം കുറച്ച് വെന്ത പരിപ്പും കൂടെ ചേർത്ത് അരച്ച് ആ മിക്സ് ഇതിലേക്ക് ആഡ് ചെയ്യുക. അപ്പം നമ്മുടെ സദ്യയ്ക്ക് വേണ്ടിയുള്ള നല്ലൊരു പരിപ്പറി റെഡിയാവും. ഇനി നമുക്ക് വേണ്ടുന്നത് അച്ചാറുകളാണ്. ഓൾറെഡി തലേന്ന് രാത്രി മുളകും മഞ്ഞൾപ്പൊടിയും ഉപ്പും കായപ്പൊടിയും ചേർത്ത് ഞാൻ നല്ലപോലെ മസാല പുരട്ടി വെച്ചിരുന്ന മാങ്ങ ആണ് നമ്മൾ ഇതിനെ യൂസ് ചെയ്യുന്നത്. ആദ്യം കടുക് താളിക്കുക. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി കുഞ്ഞതായിട്ട് അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില ഇട്ട് നല്ലപോലെ വഴറ്റിയതിന് ശേഷം ഓൾറെഡി ഉപ്പ് പിടിക്കാനായിട്ട് പുരട്ടി വെച്ചിരുന്ന മാങ്ങയുടെ മിക്സ് ഇതിലേക്ക് ആഡ് ചെയ്യാം. നമുക്ക് സദ്യക്കൊക്കെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ള അച്ചാറാണ്. ഇത് പെട്ടെന്ന് കേടാവത്തൊന്നുമില്ല. എത്ര നാൾ വേണമെങ്കിലും നമുക്കിത് സൂക്ഷിച്ച് വെക്കുകയും ചെയ്യാം. പിന്നെ ഇതൊക്കെ ഉണ്ടാക്കി അറിയാമല്ലോ, പെട്ടെന്ന് തന്നെ തീരും. ഇനി നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നാരങ്ങ അച്ചാറാണ്. ഈ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടുന്നത് കറുനാരങ്ങ നമ്മൾ വേവിച്ചെടുക്കുക. അത് കുഞ്ഞതായിട്ട് അരിഞ്ഞതിന് ശേഷം വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇത്രയും കുഞ്ഞതായിട്ട് അരിയുക. കടുക് താളിച്ചതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലപോലെ മൂത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും നാരങ്ങയും ആഡ് ചെയ്ത് നല്ലപോലെ വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഞാൻ കുറച്ച് എരിവ് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് ചുമന്ന മുളകും കൂടെ കുഞ്ഞതായിട്ട് അരിഞ്ഞ് ആഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മുടെ വെള്ള കളറിലെ നാരങ്ങ അച്ചാർ റെഡി. ലാസ്റ്റ് ഒരിത്തിരി വിനാഗിരിയും കൂടെ ഒഴിച്ചു കഴിഞ്ഞാൽ ഇത് കേടാവത്തുമില്ല. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാം. കയ്പുമില്ലാത്ത ഒരു സിമ്പിളായിട്ടുള്ള അച്ചാറാണ്. ഞാനിത് ഉണ്ടാക്കാൻ നേരത്ത് ഇൻസ്റ്റൻറ്റ് പായസമാണ് എടുത്തത്. 1 ലിറ്റർ പാലിനകത്ത് ഇൻസ്റ്റൻറ്റ് പായസത്തിൻ്റെ മിക്സ് ഇട്ട് വേവിച്ചെടുക്കുക ചെയ്ത്. പിന്നെ ചോറും വേവിച്ചു. അത് രണ്ടും ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അപ്പോൾ എല്ലാവരും സദ്യ ഇതേപോലെ പെട്ടെന്ന് ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടുക. ഇനി ഇലയിൽ എങ്ങനെ വിളമ്പാം എന്നുള്ള വീഡിയോ ഞാൻ അടുത്തതായിട്ട് ചെയ്യുന്നുണ്ട്.